ഹായ് ഓൾ, നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. മൊഡ്യൂൾ നമ്പർ 6 ആർച്ചസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോർമൽ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാമോ? ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു കേവ്ഡ് ബീം എന്ന് പറയാം. ഓക്കെ, കേവ്ഡ് ആയിട്ടുള്ളൊരു ബീമാണ്. അപ്പോൾ ആ ഒരു കേവ്ഡ് ബീമിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ നോർമലി സ്ട്രെയിറ്റ് ആയിട്ട് ബീം പ്രൊവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അവിടെ കേവ്ഡ് ബീമിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരൊറ്റ ഇതിൽ നമുക്ക് പറയാം, ആർക്കിടെക്ചറിൽ പരമായിട്ട് ഇപ്പം കുറച്ചും കൂടി അല്ലേ ഭംഗി കൂടുതൽ, ആസ്തറ്റിക് ബ്യൂട്ടി കുറച്ചും കൂടി കൂടുതൽ ഏതനാണ് ആർച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ വശമുണ്ട്. അതായത് സ്ട്രെങ്ത് വൈസോ അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് എടുക്കുന്നതിൻ്റെ രീതിയിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു വശം കൂടി ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഓക്കെ, ബീംസ് ട്രാൻസ്ഫർ ദ അപ്ലൈഡ് ലോഡ് ടു എൻഡ് സപ്പോർട്ട്സ് ബൈ ബെൻഡിങ് ആൻഡ് ഷിയർ ആക്ഷൻ. നമ്മളെ നോർമൽ ബീമിൻ്റെ കേസ് അവിടെ പറഞ്ഞിട്ടുള്ള ഈ നോർമൽ ബീം എങ്ങനെയാണ് അതിലേക്ക് വരുന്ന ലോഡിനെ ഷിയറും ബെൻഡിങ് വെച്ചിട്ടാണ്, ബെൻഡിങ് ആക്ഷനും ഷിയർ ആക്ഷനും വെച്ചിട്ടാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, in the process either one or two points of a particular section is subjected to maximum stress. The material in most of the portion is understressed and hence underutilized. For larger spans, beams are very economical and many a time the self weight of beam contributes stresses in such large proportion that it is difficult to design the beams for larger span. For larger span like bridges, arches are provided instead of beams. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ നോർമൽ ബീമിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോർമൽ ബീം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നോർമൽ ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ നോർമൽ ബീമിലേക്ക് വരുന്ന ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് എവിടെയാണ്? ഒരു സിംപ്ലി സപ്പോർട്ടഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് അതിൻ്റെ സെൻറ്ററിലാണ് അല്ലേ, സ്പാനിൻ്റെ സെൻറ്ററിലാണ് വരിക. അപ്പം നമ്മൾ ആ ബീം ഡിസൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ സെൻറ്ററിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പം വന്ന ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 500 mm ആണ് ഒരു ബീമിന് തിക്നെസ് വന്നതെന്ന് വിചാരിച്ചു. അതായത് ബീമിൻ്റെ ഡെപ്ത് വന്നിരിക്കുന്നത് 500 mm ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് സെൻറ്ററിൽ വന്ന ബെൻഡിങ് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് 500 വന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഈ സ്പാനിനോട് അടുത്ത് വരുന്ന ഡിസ്റ്റൻസുകളൊക്കെ ആ ഡിസ്റ്റൻസിലൊക്കെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 500 കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ബെൻഡിങ് മൊമെൻറ്റ് അവിടെ കുറവാണ് അല്ലേ. അതായത് സപ്പോർട്ടിനോട് ചേർന്ന് ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ് അല്ലേ. സപ്പോർട്ടിനോട് ചേർന്ന് ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്, സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ അവിടുന്ന് വിട്ട് വരുന്നതിനനുസരിച്ച് 0 ഇൻക്രീസ് ചെയ്ത് വരും, മാക്സിമം സെൻറ്ററിലേക്ക് വരും അല്ലേ. സെൻറ്റർ ഓഫ് ദ സ്പാനിലേക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരും. അപ്പം ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സപ്പോർട്ട് ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്, കുറവാണ്. അപ്പോൾ ആ ബെൻഡിങ് മൊമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള സ്ട്രെസ് അവിടെ വരുന്നില്ല അല്ലേ. ബെൻഡിങ് സ്ട്രെസ് വരുന്നത് കുറവാണ്. അതായത് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വരുന്നത് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്പാൻ ആണ്. മറ്റുള്ള ഏത് സ്ഥലം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ സെൻറ്റർ ഓഫ് ദ സ്പാനിൽ വരുന്നതിനനുസരിച്ചുള്ള ബെൻഡിങ് സ്ട്രെസ് വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സെക്ഷൻ, അതായത് ഇപ്പോൾ 500 mm എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സെക്ഷൻ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ബാക്കി ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത്രയും സെക്ഷൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സെക്ഷൻ ബാക്കിയുള്ള സ്ഥലത്തുള്ള, അതായത് ബെൻഡിങ് മൊമെൻറ്റിന് കുറഞ്ഞ സ്ഥലത്തുള്ള സെക്ഷൻ അണ്ടർ സ്ട്രെസ്ഡ് ആണ്. അതായത് ശരിക്കും അതിന് റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്ട്രെസ് അവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു കണക്കിന് നോക്കുമ്പോൾ നമ്മളത് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സൈസ് കൊടുക്കുന്നത് അൺഎക്കണോമിക്കലാണ്, വെറുതെ പൈസ നഷ്ടമാണ്. കാരണം നമ്മൾ അത്രയും ഡെപ്തിൽ കോൺക്രീറ്റോ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണെങ്കിലും ചെയ്തിട്ടിട്ട് അത് യൂസ് ആവുന്നില്ലെങ്കിൽ അത് വേസ്റ്റാണ് അല്ലേ, അൺഎക്കണോമിക്കലായിട്ടാണ് വരുന്നത് അല്ലേ ശരിക്കും. അപ്പോൾ നമ്മളിപ്പം നോർമലി വീടിനൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചെറിയ സ്പാനൊക്കെ വരുന്നുള്ളൂ. എന്നിരുന്നാലും നമുക്ക് അത്ര അൺഎക്കണോമിക്കൽ കേസ് അവിടെ വരുന്നില്ല, കാരണം ചെറിയ സ്പാനൊക്കെ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ ബ്രിഡ്ജൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ലാർജ് സ്പാനാണ് അല്ലേ. ബ്രിഡ്ജൊക്കെ വളരെ ലെങ്ത്താണ്. നമ്മൾ നോർമൽ വീട്ടിലെ ബീംസും അല്ലെങ്കിൽ നോർമൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലെ ബീംസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ബ്രിഡ്ജിൽ വരുന്ന ബീം എന്ന് പറയുന്നത് വളരെ ലാർജ് സ്പാൻ ബീംസാണ്. അപ്പോൾ ലാർജ് സ്പാൻ ബീംസിൽ ഏതോ ഒരു പോയിൻറ്റിലോ അല്ലെങ്കിൽ 2 പോയിൻറ്റിലോ വരാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഡെപ്ത് തന്നെ ഫുൾ സ്പാനിന് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ
പൈസ നഷ്ടമായിരിക്കും അല്ലേ, അൺഎക്കണോമിക്കലായി മാറും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഏറ്റവും നല്ലത് ആർച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ലാർജ് സ്പാൻ ബ്രിഡ്ജസിലൊക്കെ കൊടുക്കുമ്പം നമ്മൾ അവിടെ നോർമൽ ബീംസ് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ അൺഎക്കണോമിക്കലായി പോകും. വളരെ വലിയ സൈസ് അവിടെ കൊടുക്കേണ്ടി വരും ആ സ്പാനിനനുസരിച്ചിട്ട്. അത് അത്രയും അതായത് മാക്സിമം വെൻഡിങ് മൊമെൻറ്റ് വരാത്ത സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കും. അതായത് അതിനൊരു യൂസും ഇല്ല, കാരണം അവിടെ അത്രയും ലോഡ് വരുന്നില്ല, അല്ലെങ്കിൽ അത്രയും സ്ട്രെസ് അതിനകത്ത് വരുന്നില്ല അപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിൽ. ഓക്കെ, അപ്പോൾ അത് അവിടെ വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. For large spans like bridges, arches are provided instead of beams. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ നോർമൽ ബീമിന് പകരം ആർച്ചസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, in this process either one or two points at a particular section is subjected to maximum stress. അതായത് നോർമൽ ബീമിൻ്റെ കേസാണ്, അതിൽ 1-2 പോയിൻ്റ് എന്ത് വരുന്നുള്ളൂ, മാക്സിമം സ്ട്രെസ് വരുന്നുള്ളൂ. ഓക്കെ, ദ മെറ്റീരിയൽ ഇൻ മോസ്റ്റ് ഓഫ് ദ പോർഷൻ ഈസ് അണ്ടർ സ്ട്രെസ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ സ്ട്രെസ് വരുന്നില്ല. അപ്പം ബാക്കിയുള്ള മാക്സിമം പോർഷനും എന്താണ്, അണ്ടർ സ്ട്രെസ്ഡ് ആണ്, കുറവാണ്, അതിൽ സ്ട്രെസ് വരാതെ കിടക്കുകയാണ്. ആൻഡ് ഹെൻസ് അണ്ടർ യൂട്ടിലൈസ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂട്ടിലൈസ് ആവാതെയാണ് ഉള്ളത്. ഓക്കെ, ഫോർ ലാർജർ സ്പാൻ ബീംസ് ആർ വെരി അൺഎക്കണോമിക്കൽ ആൻഡ് മെനി എ ടൈം ദ സെൽഫ് വെയ്റ്റ് ഓഫ് ബീം കോൺട്രിബ്യൂട്ട് സ്ട്രെസ്സസ് ഇൻ സച്ച് ലാർജ് പ്രൊപ്പോർഷൻ. അപ്പോൾ ലാർജർ സ്പാനിലൊക്കെ നമ്മൾ നോർമൽ ബീം കൊടുക്കുകയാണെങ്കിൽ അത് അൺഎക്കണോമിക്കലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ വലിയ സൈസാണ് കൊടുക്കുന്നത്, അനാവശ്യമായിട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓൺ വെയ്റ്റും കൂടുതലായിരിക്കും, സെൽഫ് വെയ്റ്റ്, ആ ബീമിന് സെൽഫ് വെയ്റ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു വെയ്റ്റ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും ആ വെയ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും നമ്മൾ ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അത് വളരെ അൺഎക്കണോമിക്കലായിപ്പോവും. ഓക്കെ, that it is difficult to design beam for larger span. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിയ വെയിറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, എല്ലാം സേഫാക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ലാർജ് സ്പാനിൽ എന്ത് ചെയ്യും, നോർമൽ ബീമിന് പകരം ആർച്ചസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആർച്ചസ് ആർ കേർവ്ഡ് ബീംസ് ദാറ്റ് ട്രാൻസ്ഫർ ലോഡ്സ് ടു ദെയർ പ്ലെയിൻ. ഓക്കെ, ആർച്ചസ് എന്ന് പറയുന്ന കേർവ്ഡ് ബീമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോഡിനെ അതിൻ്റെ പ്ലെയിനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അത് ഞാൻ പറയാം എങ്ങനെയാണ് പ്ലെയിനിൻ്റെ കേസ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഓക്കെ, ആർച്ചസ് ട്രാൻസ്ഫർ ലോഡ്സ് ടു അബട്ട്മെൻറ്റ്സ് അറ്റ് സ്പ്രിങ്ങിങ് പോയിൻറ്റ്സ്. ഓക്കെ, ആർച്ചസ് എങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബട്ട്മെൻറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അബട്ട്മെൻറ്റ്സ് എവിടെയാണുള്ളത്, സ്പ്രിങ്ങിങ് പോയിൻറ്റ്സിലാണുള്ളത്. ഓക്കെ, അത് ഞാൻ പറയാം. ഇതാണ് ഫിഗർ. ഓക്കെ, ഇതാണ് ആർച്ച്. താഴെ ഇപ്പം എന്തെങ്കിലും വാട്ടർ സോഴ്സ്, ഇപ്പോൾ റിവറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇത് ആർച്ചാണ്, കേർവ്ഡ് ഷേപ്പാണ്, കേർവ്ഡ് ബീമായിട്ട് ഉണ്ടാവുക. അതെന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ വരുന്നൊരു ബ്രിഡ്ജിനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതിൽ എന്ത് വരുന്നുണ്ട്, വെഹിക്കിൾ ലോഡും മൂവിങ് ലോഡ്സൊക്കെ ഇവിടെ വരും, ഇതിൻ്റെ ടോപ്പിൽ വരും. ഇത് താഴോട്ട് ഇതിലൂടെ ട്രാൻസ്ഫർ ആയിട്ട് ഈ ആർച്ചിലേക്ക് വരും. ആർച്ച് കേർവ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആർച്ചിൽ വരുന്ന ലോഡ് ഇത് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നത്, അബട്ട്മെൻറ്റിലേക്ക്. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ രണ്ടറ്റത്തുമുള്ള സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഈ വരുന്ന ബ്രിഡ്ജിൻ്റെ വെയിറ്റും എടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സോയിലോ എന്തെങ്കിലുമൊക്കെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതാണ് അബട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്, ബ്രിഡ്ജിൻ്റെ രണ്ട് എൻഡിൽ വരുന്ന സപ്പോർട്ടാണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എൻഡിൽ വരും. നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ നോർമൽ ബീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹോളോ ആണെങ്കിൽ ഇവിടെ ബ്രിഡ്ജസിൽ ആർച്ചസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അബട്ട്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ബ്രിഡ്ജസിൽ വരുന്ന സപ്പോർട്ടാണ് അബട്ട്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ആർച്ച്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യും. നമുക്ക് ഇത് സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇതിന് എൻഡ് പോയിൻ്റ് എന്ന് പറയാം. ഓക്കെ, ഈ ആർച്ചിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റിനെയും എൻഡ് പോയിൻറ്റിനെയും പറയുന്ന പേരാണ് സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ആർച്ചിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റിനെയും എൻഡ് പോയിൻറ്റിനെയും പറയുന്നതാണ് സ്പ്രിങ്ങിങ്. അപ്പോൾ ഇത് സ്പ്രിങ്ങിങ് ആണ്, ഇത് രണ്ടും സ്പ്രിങ്ങിങ് ആണ്.
ഓക്കെ, ഇവിടെ രണ്ടും ഒരേ ലെവലിലാണ് അല്ലേ, ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടും ഒരേ ലെവലിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്രിങ്ങിങ് അറ്റ് ദ സെയിം ലെവൽ എന്ന് പറയാം. ഓക്കെ, ഇത് ക്ലിയർ ആയി. അബട്ട്മെൻറ്റ് എന്താണെന്നുള്ളതും സ്പ്രിങ്ങിങ് എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഒരു റൈസ് ഉണ്ട്. അതായത് ഈ ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് ലൈൻ ഇതാണെങ്കിൽ ആ സ്പ്രിങ്ങിങ് ലൈനിൽ നിന്ന് അതിൻ്റെ മാക്സിമം, ആർച്ചിൻ്റെ മാക്സിമം പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സസ്പെൻഷൻ കേബിളിൻ്റെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ആ രണ്ട് സപ്പോർട്ടിൻ്റെ ലൈനിൽ നിന്നും താഴോട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, ആ സസ്പെൻഷൻ കേബിളിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ് ഡിപ്പ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ റൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർ മോസ്റ്റ് പോയിൻ്റ് ഓൺ ദ ആർച്ച് ഈസ് നോൺ ആസ് ക്രൗൺ. അപ്പോൾ ക്രൗൺ ആണ് അപ്പർ മോസ്റ്റ് പോയിൻ്റ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ പാർട്സൊക്കെ ഇത് അതിൻ്റെ സ്പാനാണ്. അതായത് സ്പ്രിങ്ങിങ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ എൻഡ് വരെയുള്ള ഹൊറിസോണ്ടൽ സ്പാനാണിത്. ഓക്കെ, മാക്സിമം എന്താണ് അപ്പർ മോസ്റ്റ് പോയിൻ്റ് എന്നുള്ളത് ക്രൗൺ ആണ്. ഇതിൻ്റെ സ്പ്രിങ്ങിങ് ലൈനിൽ നിന്ന് ആ ക്രൗണിലേക്കുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റൈസ്. ഓക്കെ, സപ്പോർട്ടാണ് അബട്ട്മെൻ്റ് എന്ന് പറയുന്നത്. സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള പോയിൻ്റാണ്. ക്ലിയർ ആയല്ലോ? ഈ സ്പ്രിങ്ങിങ് പോയിൻറ്റ്സിൽ നമ്മൾ ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പം ഇതിൻ്റെ ടോപ്പിലും, അതായത് ക്രൗൺ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഹിഞ്ച് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇതിനെ 3 ഹിഞ്ച്ഡ് ആർച്ച് എന്നും 2 ഹിഞ്ച്ഡ് ആർച്ച് എന്നൊക്കെ പറയും, ടൈപ്സ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സപ്പോർട്ട്സിലെ ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ ക്രൗണിലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഹിഞ്ചസ് മേ ബി പ്രൊവൈഡഡ് അറ്റ് ദിസ് പോയിൻറ്റ്സ്. അതായത് സ്പ്രിങ്ങിങ് പോയിൻറ്റ്സിൽ ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഈസ് കോൾഡ് ദ ക്രൗൺ which sometimes has a hinge. Okay, the height of the crown above the support level is called rise. ആ സപ്പോർട്ട് ലെവലിൽ നിന്ന് ക്രൗണിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ക്രൗണിലേക്കുള്ള ഹൈറ്റ് ആണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആർച്ചസ് ആർ കേർവ്ഡ് ബീംസ് ദാറ്റ് ട്രാൻസ്ഫർ ലോഡ്സ് ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ പ്ലെയിനിൻ്റെ കേസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ആർച്ചാണ് കൺസിഡർ ചെയ്തോ, അതിൻ്റെ മേലേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു സെക്ഷൻ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്ലെയിൻ, ഈ ആർച്ചിൻ്റെ പ്ലെയിൻ, ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ആർച്ചിൻ്റെ പ്ലെയിൻ ഇങ്ങനെയാണ് വരിക അല്ലേ? ഇതാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത സെക്ഷനിൽ വരുന്ന പ്ലെയിൻ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ആർച്ചിൽ ലോഡ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. അതായത് ഈ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടലായിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും, അതായത് ഈ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആർച്ചിലേക്ക് ലോഡ് വരുന്നത്. ക്ലിയർ ആയോ? ഇപ്പം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പൊസിഷൻ, ആ കേവിൻ്റെ നേച്ചറാണ് നോക്കുക. അപ്പോൾ അവിടെ ഏകദേശം ഈ ഒരു രീതിയിലാണ് വരുന്നത് അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം സ്ട്രെയിറ്റ് ആയി അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു സ്ഥലത്ത് നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേച്ചർ എങ്ങനെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അതിലേക്ക് ലോഡ് വരുന്നത്. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ എന്നൊക്കെ പറയും. ഓക്കെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പ്ലെയിനിലേക്കാണ് ലോഡ് ട്രാൻസ്ഫർ ആയി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് ഇങ്ങനെയായിരിക്കും ലോഡ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ലോഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ കേർവ്ഡ് നേച്ചറിനനുസരിച്ചിട്ടായിരിക്കും. ആ കേർവ്ഡ് നേച്ചറിനനുസരിച്ചിട്ടുള്ള ആ പ്ലെയിനിലേക്കായിരിക്കും ഇതിൻ്റെ ലോഡ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെയായി അല്ലേ? ആ ഒരു കറക്റ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു സ്ഥലത്തെ ഇതിൻ്റെ ഈ കേർവി നേച്ചറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു സെക്ഷനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. അതിന് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അതിന് നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ എന്നാണ് പറയുക. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലിയർ ആയി. പറഞ്ഞിരിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ആർച്ചിൽ വരുന്ന റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഇവിടെ ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, രണ്ട് എൻഡിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിൽ വരുന്ന റിയാക്ഷൻ എങ്ങനെയായിരിക്കും നോക്കാം. അതായത് ഇപ്പോൾ ഈ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ? ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പം ഇവിടുത്തെ ടെൻഡൻസി എന്താ? ഇങ്ങനെ അമർന്നു പോകാനുള്ള ടെൻഡൻസി അല്ലേ? ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് അമർന്നു പോകാനുള്ള ടെൻഡൻസി ഉള്ളത്. അപ്പോൾ ഇത് അമർന്നു പോകുമ്പം ഈ സപ്പോർട്ടിലുണ്ടാകുന്ന എഫക്റ്റ് എന്താ? രണ്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനുള്ള എഫക്റ്റാണ് ഉണ്ടാകുക അല്ലേ? അതായത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു സാധനം
നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുമ്പം അത് അമരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആവാനാണ് ടെൻഡൻസി വരിക അല്ലേ. അതായത് ഈ ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അതായത് ഇവിടുന്ന് വിടർന്ന് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുക ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അല്ലേ. അപ്പം അങ്ങനെ ശരിക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ എങ്ങോട്ടായിരിക്കണം, ഇങ്ങനെ നീങ്ങി വരാതിരിക്കാൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും, താഴോട്ട് പോകാതിരിക്കാൻ വെർട്ടിക്കൽ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഇവിടെ കംപ്രസീവ് നേച്ചറായിരിക്കും. ലോഡ് ഈ ആർച്ചിലേക്ക് ആക്ട് ചെയ്യുന്നതും കംപ്രസീവ് നേച്ചറിലായിരിക്കും, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതും കംപ്രസീവ് നേച്ചറായിരിക്കും. അതായത് മൂവിങ് ടുവേർഡ്സ് ആയിരിക്കും. ഓക്കെ, നമ്മളെ സസ്പെൻഷൻ കേബിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിലെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? സസ്പെൻഷൻ കേബിളിൻ്റെ കേസാണെങ്കിൽ അതിൽ മൊത്തം ടെൻഷനായിരുന്നു അല്ലേ. താഴോട്ട് പിടിച്ച് വലിക്കുമ്പോൾ ആ താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഹൊറിസോണ്ടലായിട്ടുള്ള റിയാക്ഷൻ, അതായത് മൂവിങ് അവേ ഫ്രം ദ സപ്പോർട്ട്. അതേപോലെ വെർട്ടിക്കൽ റിയാക്ഷനും മൂവിങ് അവേ ഫ്രം ദ സപ്പോർട്ടാണ്. ഇവിടെ സപ്പോർട്ടിൽ എങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്? മൂവിങ് ടുവേർഡ്സ് ദ സപ്പോർട്ടാണ്. കംപ്രസീവ് നേച്ചർ അവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ബിക്കോസ് ഓഫ് കേർവ്ഡ് നേച്ചർ ഓഫ് ആർച്ചസ് ദേ ഗീവ് റൈസ് ടു ഹൊറിസോണ്ടൽ ഫോഴ്സസ്. അപ്പോൾ ഞാൻ നേരത്തെ ഫിഗർ വരച്ചവൻ പറഞ്ഞിരുന്നു, ആ കേർവ്ഡ് നേച്ചർ കൊണ്ട് അതിലേക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും അതിൻ്റെ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും അല്ലേ. ഓക്കെ, അബട്ട്മെൻറ്റ്സ് ആർ ഡിസൈൻഡ് ഫോർ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഓൾസോ. അപ്പോൾ നമ്മൾ അബട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സിനെയും കൂടി റെസിസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു സപ്പോർട്ടിലേക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും വരും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അനുസരിച്ച് വേണം സപ്പോർട്ട്, അതായത് അബട്ട്മെൻറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, എനി സെക്ഷൻ ഇൻ ദ ആർച്ച് വിൽ ബി സബ്ജക്റ്റഡ് ടു നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഏത് സെക്ഷൻ എടുത്താലും അവിടെ നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് 3 കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നോർമൽ ത്രസ്റ്റ് റേഡിയൽ ഷിയറിൻ്റെ കേസാണ് ഞാനിപ്പോൾ ഫിഗർ വരച്ച് കാണിച്ചു തന്നത്. അതായത് അതിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ആ സെക്ഷന് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട്, അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ്, അതാണ് നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാകും നോർമൽ നമ്മളെ ബീമിൽ വരുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ആർച്ചിൽ നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ, ബെൻഡിങ് മൊമെൻറ്റ് വരും. ഓക്കെ, ദ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് കൺസിഡറബിളി ലെസ് കമ്പയർഡ് ടു എ ബീം ഓഫ് ദ സെയിം സ്പാൻ. അതായത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. ഈ ആർച്ചിൽ നോക്കുമ്പോൾ നോർമൽ ബീമിൽ വരുന്നതിനേക്കാളും ബെൻഡിങ് മൊമെൻറ്റ് കുറവാണ്. അതിന് ഒരു കാരണം, മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർച്ചിൻ്റെ ഷേപ്പ് തന്നെ എങ്ങനെയാണ്? കേവാണ് അല്ലേ, കേവായിട്ടാണ്, മേലോട്ട് കേവ് വരുന്ന രീതിയിലാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ലോഡ് ആക്ട് ചെയ്യുമ്പം ഒരു ബീം ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? താഴോട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നോർമലി ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ബീം ബെൻഡ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും അല്ലേ. അപ്പം ആ താഴോട്ട് ബെൻഡ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനല്ല ആർച്ചിൻ്റെ ഷേപ്പ്, അതായത് കേവായിട്ട് ടോപ്പിലേക്കാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് കൊണ്ട്, അതായത് ആ ബെൻഡിങ് ശരിക്കും ഇതിലേക്ക് വരുന്ന ആ ഹൊറിസോണ്ടൽ ആ ഒരു കേവി നേച്ചർ തന്നെ ബെൻഡിങ് മൊമെൻറ്റിനെ കുറയ്ക്കുന്നതിന് സഹായിക്കും, ടോപ്പിലേക്കുള്ള കേവ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നോർമൽ ബീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ബീം സ്ട്രെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ബെൻഡിങ് അവിടെ കൂടുതലായിരിക്കും. കേർവ്ഡ് ബീമിലാണെങ്കിൽ ബെൻഡിങ് നോർമൽ ബീമിൻ്റെ അത്ര വരുന്നില്ല. ബെൻഡിങ് മൊമെൻറ്റ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇതിൽ കുറവായിരിക്കും. ഓക്കെ, the bending moment is considerably less compared to a beam of the same span. Thus, loads get transferred partly by axial compression and partly by flexure. ഓക്കെ, അപ്പോൾ ഇതിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിൽ കംപ്രഷനും ഫ്ലക്ചറും മുഖേനയാണ്. ഫ്ലക്ചർ എന്ന് പറഞ്ഞാൽ ബെൻഡിങ്, അതായത് ബെൻഡിങ് മൊമെൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ ആ ബെൻഡിങ്ങും ഈ ലോഡ് ട്രാൻസ്ഫറിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ആക്സിൽ കംപ്രഷൻ, ഞാൻ നേരത്തെ ഫിഗർ വരച്ചപ്പം അതിൻ്റെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് കംപ്രസീവ് ആയിട്ടുള്ള ആ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് കംപ്രസീവ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്തു അല്ലേ. അത് ഏത് സെക്ഷൻ നമ്മൾ ആർച്ചിൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ആ വരുന്ന ലോഡിനനുസരിച്ചിട്ടുള്ള ഒരു ആ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും ഉണ്ടാവും. അതിന് നമ്മൾ റേഡിയൽ ഷിയറും അതുപോലെ തന്നെ നോർമൽ ത്രസ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ അതുണ്ടാവും എന്തായാലും എല്ലാ സെക്ഷനിലും എടുക്കുമ്പോൾ. അപ്പോൾ ഈ ആർച്ചിൻ്റെ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിലി ആക്ട് ചെയ്യുന്ന ലോഡ് ഉണ്ടാവും, കംപ്രസീവ് ലോഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് ടേക്ക് പാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആ ലോഡ് എങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്സിൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിൽ കംപ്രഷൻ ഡെവലപ്പ് ചെയ്യും.
അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം ബെൻഡിങ്ങിലൂടെയും ആക്സിൽ കംപ്രഷനിലൂടെയാണ് ഇത് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേണമെങ്കിൽ ഈ ഫിഗർ വെച്ച് തന്നെ ഒന്നും കൂടെ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇതിൻ്റെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആക്സിസിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ കംപ്രസീവ് ഫോഴ്സ് മുഖേന ഇതിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ആക്സിൽ കംപ്രഷനാണ്. പിന്നെ ഓരോ സ്ഥലത്തും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് സെക്ഷൻ എടുത്ത് നോക്കിയാലും അവിടെ ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാവും, ആക്സിൽ കംപ്രഷനും ഉണ്ടാവും. അപ്പോൾ ഒരു ആർച്ചിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബെൻഡിങ് മൊമെൻറ്റ് അതുപോലെ തന്നെ ആക്സിൽ കംപ്രഷനും കൂടിയാണ്. ഓക്കെ, ഇൻ ആക്സിൽ കംപ്രഷൻ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ഈസ് സബ്ജക്റ്റഡ് ടു സ്ട്രെസ് ഈക്വലി. അതായത് ആക്സിൽ കംപ്രഷൻ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ ആക്സിൽ കംപ്രഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആർച്ചിൻ്റെ ഫുൾ പോർഷനും ഏകദേശം ഓൾമോസ്റ്റ് അതിൽ ഈക്വലി സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ നോർമൽ ബീം എടുത്തപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന സ്ഥലത്തായിരുന്നു നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്സ് വരുന്നത്, ബെൻഡിങ് സ്ട്രെസ്സ് വരുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന സ്ഥലത്തായിരുന്നു അല്ലേ. അപ്പോൾ അത് സപ്പോർട്ടിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കുറഞ്ഞും വന്നു, സ്ട്രെസ്ഡ് ആയിട്ടുള്ളതിൻ്റെ വാല്യൂ അതായത് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറഞ്ഞു വന്നു. അപ്പം എല്ലാ സ്ഥലത്തും ഒരുപോലെ അല്ലായിരുന്നു സ്ട്രെസ്സ് വരുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വലി സ്ട്രെസ്ഡ് ആയിരിക്കും. ഓക്കെ, ആക്സിൽ കംപ്രഷൻ വരുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും ഈക്വലി സ്ട്രെസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂട്ടിലൈസ് ആവാതെ ഒരു സെക്ഷൻ പോലും കിടക്കില്ല. നമ്മളെ നോർമൽ ബീമിലാണെങ്കിൽ യൂട്ടിലൈസ് ആവാതെ ഉണ്ടാവും, കുറേ പോർഷൻസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരിക്കും. ശരിക്കും അത്രയും സെക്ഷൻ അവിടെ ആവശ്യമില്ല അല്ലേ, അത്രയും ക്രോസ് സെക്ഷൻ അവിടെ ബീമിന് ഇപ്പോൾ ഇത്ര അല്ലെങ്കിൽ ആ ബീമിന് അത്രയും ഡെപ്ത് അവിടെ ആവശ്യമില്ലാത്ത കേസുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും നോർമൽ ബീമാണെങ്കിൽ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ആക്സിൽ കംപ്രഷൻ വരുന്നതുകൊണ്ട് അത് എല്ലാ സ്ഥലത്തും സ്ട്രെസ് ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പം എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത് യൂട്ടിലൈസ്ഡ് ആണ്. ആ കൊടുത്തിരിക്കുന്ന ഫുൾ ഡെപ്തും യൂട്ടിലൈസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, hence the material is utilized fully. Okay, reduction in the bending moment result in smaller section for arch compared to the section required for the beams to transfer the same load. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കുറവാണ് അല്ലേ, നോർമൽ വരുന്ന ബീമിനെ അപേക്ഷിച്ച് ആർച്ചസിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കുറവാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കുറവ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ബീമിൽ വരുന്ന സെക്ഷൻ അതായത് ഡെപ്തൊക്കെ വളരെ കുറവ് മതി. ബെൻഡിങ് മൊമെൻറ്റ് കുറയുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഡെപ്ത്ത് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് നോർമൽ ബീമിന് ഡെപ്ത്ത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് ആർച്ചസിൽ വരുന്നത് കുറവായതുകൊണ്ട് അത്രയും വലിയ സെക്ഷൻസ് വരുന്നില്ല, സ്മോളർ സെക്ഷനാണ്, ഡെപ്തൊന്നും വലിയ രീതിയിൽ വരുന്നില്ല, കുറവാണ്. ഓക്കെ, അപ്പോൾ ഒരേ ലോഡ് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർച്ചസിൽ വളരെ സ്മോൾ സെക്ഷൻസ് മതി നോർമൽ ബീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആർച്ചിനെ പറ്റിയൊരു ധാരണയായില്ലേ, ആർച്ചിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നോർമൽ ബീമിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ. മെയിനായിട്ട് ലാർജ് സ്പാൻസ് ചെയ്യുമ്പോൾ ബ്രിഡ്ജസിലൊക്കെ ചെയ്യുമ്പം ആർച്ചസ് ആണ് എക്കണോമിക്കൽ, വെയിറ്റും കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ആർച്ചസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ഓഫ് ആർച്ചസിൻ്റെ കേസ് പഠിക്കാം. ഒന്ന് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹിഞ്ചസിനെ ബേസ് ചെയ്തിട്ട് ആർച്ചസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹിഞ്ചസിനെ ബേസ് ചെയ്തിട്ട് ആർച്ചിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് 3 ഹിഞ്ചഡ് ആർച്ച്, 2 ഹിഞ്ചഡ് ആർച്ച്, പിന്നെ ഒന്ന് ഹിഞ്ച് ഇല്ലാത്തത് അതായത് ഹിഞ്ച്ലെസ് ആർച്ച് ഓർ ഫിക്സ്ഡ് ആർച്ച്. ഓക്കെ, 3 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് 3 ഹിഞ്ചഡ് ആർച്ച് എന്ന് പറയുമ്പോൾ 3 ഹിഞ്ച് ഉണ്ടാവും, 2 സപ്പോർട്ടിലും 1 ക്രൗണിലും. 2 ഹിഞ്ചഡ് ആർച്ച് എന്ന് പറയുമ്പോൾ 2 സപ്പോർട്ടിലെ ഹിഞ്ച് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഹിഞ്ച്ലെസ് ആർച്ച് എന്ന് പറയുമ്പോൾ ഹിഞ്ച് തീരെയില്ല, 2 ഫിക്സ്ഡ് എൻഡാണ്. ഓക്കെ, സപ്പോർട്ട് 2 ഫിക്സ്ഡ് ആണ്, ഫിക്സ്ഡ് ആർച്ച് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഫിഗർ നോക്കിയിട്ട് പോവാം. 3 ഹിഞ്ചഡ് ആർച്ച് 3 ഹിഞ്ച്, സപ്പോർട്ടിൽ 2, അതുപോലെ ക്രൗണിൽ 1. ഓക്കെ, ഇനി അടുത്ത 2 ഹിഞ്ചഡ് ആർച്ച് ആണെങ്കിൽ 2 ഹിഞ്ചേ അവിടെ ഉള്ളൂ, 2 സപ്പോർട്ടിൽ. ഓക്കെ, അതേപോലെ ഫിക്സ്ഡ് ആർച്ചിലാണെങ്കിൽ 2 എൻഡും ഫിക്സ്ഡ് സപ്പോർട്ടായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയി, ഒന്നുമില്ല, 3 ടൈപ്പാണുള്ളത്.
ടൈപ്സ് ഓഫ് ആർച്ചസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹിഞ്ചസ്, അതായത് 3 ഹിഞ്ച്ഡ് ആർച്ച്, 2 ഹിഞ്ച്ഡ് ആർച്ച് ആൻഡ് ഫിക്സ്ഡ് ആർച്ച്, അല്ലെങ്കിൽ ഹിഞ്ചിലെസ് ആർച്ച് എന്ന് പറയാം. ഓക്കെ, 2 ഹിഞ്ച്ഡ് ആർച്ച്, 3 ഹിഞ്ച്ഡ് ആർച്ച്, ഫിക്സ്ഡ് ആർച്ച് ഓർ ഹിഞ്ചിലെസ് ആർച്ച്. ബേസ്ഡ് ഓൺ ഷേപ്പ് ആർച്ചസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പാരബോളിക് ആർച്ച്, ഒന്ന് സർക്കുലർ ആർച്ച്. പാരബോളിക് ആർച്ച് അതിൻ്റെ ഫിഗറാണ്. അപ്പം ഇതിൽ ലോഡ് വരുന്ന കേസാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന ഇതിപ്പോൾ ഒരു 3 ഹിഞ്ച്ഡ് ആർച്ചാണ്. ഓക്കെ, അതായത് 2 സപ്പോർട്ടിൽ ഹിഞ്ചുണ്ട്, ക്രൗണിൽ ഹിഞ്ചുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഇതിൻ്റെ മാക്സിമം റൈസ് എന്ന് പറയുന്ന R എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം റൈസ് വരുന്നത് L/2 ഡിസ്റ്റൻസിലാണ്. ടോട്ടൽ സ്പാൻ L ആണ്. L/2 ഡിസ്റ്റൻസ്, L/2ലാണ് മാക്സിമം റൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റൈസ് Y എന്നാണ്. ഓക്കെ, അപ്പം ഇതിൽ ഈ ഒരു പാരബോളിക് ആർച്ച് ഫോളോ ചെയ്ത് വരുന്ന ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ റൈസിൻ്റെ ഇക്വേഷൻ, അതായത് ഓരോ സ്ഥലത്തും വരുന്ന റൈസിൻ്റെ ഇക്വേഷൻ ഇത് ഫോളോ ചെയ്ത് വരുന്നതിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ പാരബോളിക് ആർച്ച് ആണെങ്കിൽ ഈ ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടായിരിക്കും. അതായത് റൈസ് ഓഫ് ദ ആർച്ച് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സപ്പോർട്ട് y is equal to 4rx into L minus x by L square. അതായത് ഈ ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടായിരിക്കും എല്ലാ സ്ഥലത്തും ഇത് വരിക. അതായത് ഇവിടുത്തെ y ആണെങ്കിൽ x എന്ന് പറയുന്ന ഇതാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കിട്ടും. അതുപോലെ മൊത്തം നമുക്ക് ഈ ഒരു ആർച്ചിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നിന്ന് വെച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഫോളോ ചെയ്ത് വരുന്ന ആർച്ചിനെ നമുക്ക് പാരബോളിക് ആർച്ച് എന്നുള്ള പറയാം. ഓക്കെ, അപ്പോൾ റൈസ് ഓഫ് ദ ആർച്ച് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സപ്പോർട്ട് y ഈസ് ഈക്വൽ ടു 4rx into L minus x by L square. R എന്ന് പറയുന്നത് മാക്സിമം റൈസ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഏത് സ്ഥലത്തെ റൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ എക്സ് ആണ്. L എന്ന് പറയുന്നത് അതിൻ്റെ ഹൊറിസോണ്ടൽ സ്പാൻ ആണ്. ഓക്കെ, ഇപ്പോൾ D എന്ന് പറയുന്ന പോർഷൻ, ഈ D എന്ന് പറയുന്ന പോർഷൻ്റെ അവിടെ വരുന്ന ഈ കേവിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ സെപ്പറേറ്റ് എടുത്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ D എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാൻജൻറ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ആ ടാൻജൻറ്റ് ഹൊറിസോണ്ടലുമായിട്ട്, ഇത് ഹൊറിസോണ്ടലാണ്, ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തെയും സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം അല്ലേ. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ dy/dx ആണ്. ഓക്കെ, ഇപ്പം ഇത് ആംഗിൾ തീറ്റയാണെന്നുള്ളത് മനസ്സിലായോ, എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇനി ഈ കേസിൽ നമുക്ക് എങ്ങനെയാണ് തീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, തീറ്റ, ടാൻ തീറ്റ സ്ലോപ്പാണ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു dy/dx ആണ്. സ്ലോപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സപ്പോർട്ട്, അതാണ് D എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിസ്റ്റൻസ്. D എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു dy/dx. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു dy/dx ഈസ് ഈക്വൽ ടു നമ്മുടെ y എന്താ? y നമ്മൾ നേരത്തെ ഇക്വേഷൻ കാണിച്ചായിരുന്നു അല്ലേ, ആ ആർച്ച് ഫോളോ ചെയ്ത് വരുന്നതിൻ്റെ ആ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് y എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, y എന്ന് പറയുന്ന ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓരോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. y ഈസ് ഈക്വൽ ടു 4rx into L minus x divided by L square എന്നുള്ളതാണ് അല്ലേ. അപ്പം y എന്ന് പറയുന്നതാണ്. അപ്പം dy/dx എന്ന് പറയുമ്പോൾ d/dx ഓഫ് ആ y. അപ്പം d/dx ഓഫ് 4rx into L minus x divided by L square. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു d/dx ഓഫ് 4r. അതായത് ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്, ഇത് ഞാൻ ഈ എക്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പം d/dx into 4r into Lx minus x square divided by L square എന്നുള്ളതാണ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആറിൻ്റെ ടേമാണ്, എക്സിൻ്റെ ടേം ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് Lx ടേം വന്നിട്ടുണ്ട്. Lxനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ L ആണ്. അതേപോലെ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന് 2x എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4r into L minus 2x divided by L square എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 4r/L square into L minus 2x. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4r/L square into L minus 2x. ഓക്കെ, അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടാൻ തീറ്റയാണ്. ഇപ്പം തീറ്റയാണ് വേണ്ടതെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 4r/L² ഇൻറ്റു L - 2x. ഈ ഇക്വേഷൻ ക്ലിയർ ആയല്ലോ? ഇത് ഓർത്തിരിക്കേണ്ട ഇക്വേഷനാണ് തീറ്റ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, രണ്ടാമത്തെ ആർച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ സർക്കുലർ ആർച്ച്. സർക്കുലർ ആർച്ചസ് ആർ ഹാവിങ് മോർ പ്ലീസിങ് ലുക്ക് ദാൻ പാരബോളിക് ആർച്ച്. പാരബോളിക് ആർച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ആസ്തറ്റിക് ആയിട്ട് നല്ലത് സർക്കുലർ ആർച്ചാണ്. ദ ഇമ്പോർട്ടൻറ്റ് മെറിറ്റ് ഓഫ് ദ സർക്കുലർ ആർച്ച് ഈസ് ദാറ്റ് ദ കാൽക്കുലേഷൻസ് ആർ ഈസിയർ. അതായത് പാരബോളിക് ആർച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കാൽക്കുലേഷൻസ് ഇതിൽ ഈസിയർ ആണ്. അതായത് നമ്മൾ y കണ്ടുപിടിക്കുന്ന ഇക്വേഷനൊക്കെ ഓൾറെഡി നമുക്ക് തന്നതാണ്, ഡയറക്റ്റ് ആയിട്ട് തന്നതാണ് പാരബോളിക് ആർച്ചിൻ്റെ കേസിൽ അല്ലെ. വൈൻ്റെ ഇക്വേഷൻ, അതായത് എല്ലാ എക്സ് ഡിസ്റ്റൻസിനും കറസ്പോണ്ടിങ് ആയിട്ടും y ഫോളോ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി തന്നതാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്ന കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ സർക്കുലർ ആർച്ചസിൻ്റെ കേസ് സിമ്പിൾ കൺസെപ്റ്റാണ്, നമുക്കറിയാവുന്ന കൺസെപ്റ്റ്സ് തന്നെയാണ്. അത് വെച്ചിട്ടാണ് ഇതിൽ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ സർക്കുലർ ആർച്ച് പാരബോളിക് ആർച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടിയും കാൽക്കുലേഷൻസ് ഈസിയാണ്. ഇതാണ് നമ്മളെ സർക്കുലർ ആർച്ച്. അപ്പോൾ സർക്കുലർ ആർച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നായിരിക്കും. അതായത് O എന്ന് പറയുന്നതാണ് ഒറിജിൻ. ഓക്കെ. ഈ O എന്ന് പറയുന്ന പോയിൻ്റാണ് ഒറിജിൻ. അപ്പോൾ ഈ O എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതായത് ഇവിടെ ഇതിൽ ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ സർക്കിൾ വരയ്ക്കുന്നതിൻ്റെ ഒരു പോർഷനാണ് ഈ ആർച്ചായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതാണ് സർക്കുലർ ആർച്ച്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ OB എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് ആണ് അല്ലേ. OA എന്ന് പറയുന്ന റേഡിയസ് ആണ്. അതുപോലെ OC എന്ന് പറയുന്ന റേഡിയസ് ആണ് അല്ലേ. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിൽ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നായിരിക്കും. ഓക്കെ. സെൻറ്ററിൽ നിന്നായിരിക്കും നമ്മൾ എക്സ് ഡിസ്റ്റൻസ് എടുക്കുക. അതായത് ഒരു y വാരി ചെയ്യുന്നത് ആ സെൻറ്ററിൽ നിന്നുള്ള എക്സ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഈ കേസിൽ. പാരബോളിക് ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് എന്നാണ് അത് വരുന്നത്. എക്സ് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്ന സപ്പോർട്ട് എന്നാണ്, ഇത് സെൻറ്ററിൽ നിന്നാണ്. ആ ഒരു വ്യത്യാസം എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ. ഇപ്പം നമ്മൾ ഇതാണ് സ്പ്രിങ്ങിങ് AB എന്ന് പറയുന്നതാണ് സ്പ്രിങ്ങിങ് പോയിൻറ്റ്സ്, അതായത് ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ്. അപ്പം ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് L ആണ്. അതായത് AB എന്ന് പറയുന്ന സ്പാൻ L ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ L/2 ഡിസ്റ്റൻസിലാണ് മാക്സിമം റൈസ് R, സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് y ആണ് ഇപ്പം ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത്. y എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഹൈറ്റാണ് ആർച്ചിലേക്കുള്ള. ഓക്കെ. അപ്പം എക്സ് ഡിസ്റ്റൻസും മാറിയിട്ട് രണ്ട് സൈഡിലും, അതായത് ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടും, അതായത് ലെഫ്റ്റിലേക്ക് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടും റൈറ്റിലേക്ക് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടും ഉള്ള ഡിസ്റ്റൻസ് ആണ് y. ഓക്കെ. ഇത് ക്ലിയർ ആയല്ലോ ഈ ഫിഗറിൻ്റെ അകത്ത് നിന്നുള്ളത്? ഓക്കെ. ഇപ്പം നമ്മളിപ്പം കൺസിഡർ ചെയ്യാൻ പോകുന്ന D എന്ന് പറയുന്ന പോയിൻ്റാണ്. ഓക്കെ. അപ്പോൾ D എന്ന് പറയുന്ന പോയിൻ്റ് ഈ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്തുള്ള, അതായത് ED എന്ന് പറയുന്നത്, അതായത് അവിടെ വരുന്ന ആ D എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈനിൽ നിന്നുള്ള ആ റൈസ് അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ y എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഫിഗറിൻ്റെ അകത്ത് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് ഡിനോട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അവിടെ y കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പം ഇവിടെ ഒറിജിനിൽ നിന്ന് നമ്മളിപ്പം കണ്ടുപിടിക്കുന്ന എക്സ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y അല്ലേ. അപ്പോൾ ഈ ഒറിജിനിൽ നിന്ന് ആ D എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ. ക്ലിയർ ആയോ? അത് പറഞ്ഞത് ക്ലിയർ ആയോ? ഇപ്പോൾ ഈ കേസിലും സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ തന്നെയാണ്. അതായത് ഇതേ തീറ്റ തന്നെയായിരിക്കും ഇവിടെ വരുന്ന തീറ്റ തന്നെയായിരിക്കും. ഇവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് ആ ടാൻജൻറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ഈ സെയിം തീറ്റ തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് തന്നെ ഉള്ളൂ. ഓക്കെ. ഈ ഫിഗറിൽ തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഈ പോർഷൻ തന്നെ ഒന്നും കൂടി ഇവിടെ എടുത്ത് വരച്ചതാണിത് ഇവിടെ. അതായത് ഇത് ഒറിജിൻ O എന്ന് പറയുന്ന പോയിൻ്റാണ്. ഇത് ഒറിജിൻ O എന്ന് പറയുന്ന പോയിൻ്റാണ്. O എന്ന് പറയുന്ന പോയിന്റിൽ വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന, അതായത് വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. എനിക്ക് ഈ ഫിഗറിന് കാണാൻ പറ്റും. ഓക്കെ. ഈ ലൈനിൽ നിന്ന് വെർട്ടിക്കലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് D. ഇതാണ് നമ്മൾ D എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കർവ്. അപ്പോൾ ഞാൻ ഈ D ടച്ച് ചെയ്തിട്ട് ഒരു ടാൻജൻറ്റ് വരച്ചിരിക്കുന്നതാണിത്. ഓക്കെ.
ഇപ്പോൾ ഞാൻ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ലൈന് മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാനൊരു ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ഞാൻ വരച്ചു. വെർട്ടിക്കൽ വരച്ചിട്ട് വെർട്ടിക്കലായിട്ട് ഇത് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? തീറ്റയായിരിക്കും. ഓക്കെ, ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റ തന്നെയായിരിക്കും, കാരണം ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്തു. അതായത് ഈ തീറ്റയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും തീറ്റയായിരിക്കും അല്ലേ. അപ്പം ഇത് ഇവിടെ 90 ഡിഗ്രിയാണ്. അതായത് ഈ ലൈനുമായിട്ട് ടാൻജൻറ്റ് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഞാൻ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ വരച്ചത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റും ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് തീറ്റ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ഏതാ? അല്ലെങ്കിൽ നമുക്കിപ്പം സ്ലോപ്പായിട്ട് എടുക്കുമ്പം നമ്മൾ എടുക്കുന്ന തീറ്റ ഏതാ? അതായത് ടാൻജൻറ്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ടാൻജൻറ്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടൽ വരയ്ക്കാം. നമ്മൾ വെർട്ടിക്കൽ ഇവിടെ വരച്ചിട്ടുണ്ട്, ഇനി ഹൊറിസോണ്ടൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, എനിക്കിവിടെ ഹൊറിസോണ്ടൽ വരച്ചു. ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ തീറ്റയാണെങ്കിൽ ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും? തീറ്റ. അതായത് ഹൊറിസോണ്ടൽ ഈ ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് തന്നെയാണ്? തീറ്റ. അതായത് ഇവിടെ ഫോം ചെയ്തിരുന്ന അതേ തീറ്റ തന്നെയാണ് ഇവിടെയും ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് നമ്മളെ ടാൻജൻറ്റും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യുന്ന അതേ തീറ്റ തന്നെയാണ്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞെടുക്കുന്ന തീറ്റ ഈ സെയിം തീറ്റ തന്നെയാണ്. കാരണം ഇവിടെ ആ തീറ്റ തന്നെയാണ് വരിക. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ ഫിഗർ വരച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ, സർക്കുലർ ആർച്ചിൽ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഫോം ചെയ്യാൻ നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ ODF എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ODF എന്ന് പറയുമ്പോൾ ODF ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ 90 ഡിഗ്രി ഫോം ആവുന്നുണ്ട്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പം ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ OD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് OD സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. OD സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? DF സ്ക്വയർ പ്ലസ് FO സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ OF സ്ക്വയർ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. OD സ്ക്വയർ ഈസ് ഈക്വൽ ടു DF സ്ക്വയർ പ്ലസ് OF സ്ക്വയർ. അപ്പോൾ OD സ്ക്വയർ ഈസ് ഈക്വൽ ടു DF എന്ന് പറയുന്നത് എന്താണ്? DF നോക്കിക്കോ, ഈ ഫിഗർ നോക്കിക്കോ. DF എന്ന് പറയുന്നത് X ആണ് അല്ലേ. DF എന്ന് പറയുന്നത് X ആണ്. അതേപോലെ OF എന്ന് പറയുന്നത് OF എന്ന് പറയുന്നത് അതായത് OC, അതായത് R മൈനസ് ഈ R മൈനസ് ചെയ്തിട്ട്, അപ്പം R മൈനസ് R എന്ന് പറഞ്ഞാൽ എന്തായി? ഇവിടം തൊട്ട് ഈ C വരെയാണ് ക്യാപിറ്റൽ R, മൈനസ് ഈ സ്മോൾ ലെറ്റർ R ചെയ്താൽ ഇവിടം വരെയായി, പ്ലസ് Y ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? OF എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടി. ക്ലിയർ ആയോ പറഞ്ഞത്? OC എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, റേഡിയസ് ആണ്. അപ്പോൾ R മൈനസ് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് റൈസ് സ്മോൾ ലെറ്റർ R ആണ്. അപ്പോൾ R മൈനസ് സ്മോൾ ലെറ്റർ R ചെയ്യുമ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയി, പ്ലസ് Y ചെയ്യുമ്പോൾ OF എന്നുള്ള ഡിസ്റ്റൻസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി? OD സ്ക്വയർ ഈസ് ഈക്വൽ ടു DF എന്ന് പറയുന്നത് X ആണ്. അപ്പോൾ X സ്ക്വയർ പ്ലസ് R മൈനസ് R പ്ലസ് Y ഹോൾ സ്ക്വയർ. അപ്പോൾ R സ്ക്വയർ ഈസ് ഈക്വൽ ടു X സ്ക്വയർ പ്ലസ് R മൈനസ് R പ്ലസ് Y ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് R അറിയാൻ പറ്റും, റേഡിയസ് അറിയാൻ പറ്റും. അതെങ്ങനെ R കണ്ടുപിടിക്കുന്നതെന്നുള്ള ഞാൻ പറയാം. R നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. X എന്നുള്ളത് നമുക്കറിയാം, ഏത് ഡിസ്റ്റൻസ്, അതായത് സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നമുക്ക് Y വേണ്ടതെന്നുള്ളതാണ് ആ X എന്ന് പറയുന്നത്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ്, അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പറയാം. സ്മോൾ ലെറ്റർ R എന്ന് പറയുന്ന സെൻറ്ററിൽ വരുന്ന റൈസ് ആണ്. ഓക്കെ, Y എന്ന് പറയുന്ന ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഫോം ചെയ്ത ക്ലിയർ ആണല്ലോ.
ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ ആർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രയാങ്കിൾ AOG കൺസിഡർ ചെയ്യാം. അപ്പോൾ AOG. ഓക്കെ, അപ്പോൾ AOG ഇപ്പം നോക്കിക്കോ ഫിഗറിൽ AOG. ഓക്കെ, അപ്പോൾ AOG നമുക്ക് അവിടെ AO എന്നുള്ള ഡിസ്റ്റൻസാണ് വേണ്ടത്, ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് AO സ്ക്വയർ, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ AO സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെടുക്കാം, നമുക്ക് AG സ്ക്വയർ പ്ലസ് OG സ്ക്വയർ എന്ന് എടുക്കാം അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ AG എന്ന് പറയുന്നത് എന്താ, AG എന്ന് പറയുന്നത് L/2 ആണ് അല്ലേ. AG എന്ന് പറയുന്നത് L/2 ആണ്. അതേപോലെ OG എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം, ഇവിടെ തൊട്ട് ഇതുവരെ R അല്ലേ, R മൈനസ് സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, OG എന്ന് പറയുന്നത് R മൈനസ് R എന്ന് പറഞ്ഞെടുക്കാം. AG എന്ന് പറയുന്നത് L/2 എന്ന് പറഞ്ഞു എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇക്വേഷനാക്കി എഴുതാം. അപ്പോൾ നമുക്കിങ്ങനെ വരും, OA സ്ക്വയർ ഈസ് ഈക്വൽ ടു AG സ്ക്വയർ പ്ലസ് OG സ്ക്വയർ ആയി അല്ലേ. അപ്പോൾ OA സ്ക്വയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R സ്ക്വയർ ആണ് അല്ലേ. OA എന്ന് പറയുന്ന R ആണ്. R സ്ക്വയർ ഈസ് ഈക്വൽ ടു AG സ്ക്വയർ എന്ന് പറയുമ്പോൾ L/2 സ്ക്വയർ പ്ലസ് OG എന്ന് പറയുന്നത് ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ R സ്ക്വയർ വന്നു, ഇവിടെ L/2 എന്ന് പറയുന്നത് L/2 സ്ക്വയർ. ഓക്കെ, അത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എഴുതണ്ട, L/2 സ്ക്വയർ എന്ന് പറഞ്ഞ് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് എടുത്ത് എഴുതാം, ഞാൻ കട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് R സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ L/2 സ്ക്വയർ ഞാൻ ഇവിടെ എഴുതി, R മൈനസ് R ഹോൾ സ്ക്വയർ. അപ്പം A മൈനസ് B ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ ആണ്. അപ്പോൾ R സ്ക്വയർ മൈനസ് 2AB എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു R ഇൻറ്റു R പ്ലസ് R സ്ക്വയർ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ എഴുതിയത്. ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ ഇവിടെ R സ്ക്വയർ ഉണ്ട്, ഇവിടെ R സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഈക്വൽ ടു ആയിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരും മൈനസ്, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ L/2 സ്ക്വയർ എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് L/2 സ്ക്വയർ എന്നുള്ള ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് L/2 സ്ക്വയർ എന്നാവും. ഈക്വൽ ടു എന്ന് പറയുന്നത് പിന്നെ ഈ ടേമാണ്. അപ്പോൾ R സ്ക്വയർ മൈനസ് 2RR എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് എടുത്തിട്ട് അപ്പം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആവും. ഓക്കെ, കേൾക്കുന്നതിനൊപ്പം തന്നെ പോസ്റ്റ് അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടിയത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി ഞാൻ LHSൽ RHSൽ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ മൈനസ് പോയി, L/2 ഹോൾ സ്ക്വയർ ആയി. ഇപ്പുറത്ത് മൈനസ് വെച്ച് ചെയ്യുമ്പോൾ എന്തായി, ഈ -2R എന്നുള്ള പ്ലസ് ആയി, R സ്ക്വയർ എന്നുള്ള മൈനസ് ആയി. അപ്പോൾ 2RR മൈനസ് R സ്ക്വയർ എന്നുള്ളതായി. L/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2RR മൈനസ് R സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, L/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ടുള്ള R പുറത്തെടുത്ത് കഴിഞ്ഞാൽ, സ്മോൾ ലെറ്റർ R പുറത്തെടുത്ത് കഴിഞ്ഞാൽ L/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു R ഇൻറ്റു 2R മൈനസ് R എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് R കണ്ടുപിടിക്കാം. അപ്പോൾ L/2 നമുക്കറിയാം സ്പാനിൻ്റെ ഹാഫാണ്, ഈസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ മാക്സിമം റൈസ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അൺനോൺ ആയിട്ടുള്ളത് ക്യാപിറ്റൽ R മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ക്യാപിറ്റൽ R കിട്ടും. അപ്പോൾ R കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് നമുക്കറിയാം, സ്മോൾ ലെറ്റർ R അറിയാം, R അറിയാം, അൺനോൺ ആയിട്ട് Y മാത്രമേ ഉള്ളൂ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Yയും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, Y എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതായത് R സ്ക്വയർ ഈസ് ഈക്വൽ ടു X സ്ക്വയർ പ്ലസ് R മൈനസ് R പ്ലസ് Y ഹോൾ സ്ക്വയർ ഒരു ഇക്വേഷൻ, അതും രണ്ടാമത്തെ ഇക്വേഷൻ ഇതും L/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു R ഇൻറ്റു 2R മൈനസ് R. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇനി നമുക്ക് തീറ്റേൻ്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഫോം ചെയ്ത് വെക്കാം. തീറ്റ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ തീറ്റ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ വരിക എന്നുള്ളത് ഞാൻ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടാൻ തീറ്റ സ്ലോപ്പ് എന്താ വരിക, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു DF/OF. അപ്പോൾ DFനെ നമുക്ക് X എന്ന് പറഞ്ഞു കൊടുക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു X ഡിവൈഡഡ് ബൈ OF എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം, OC, അതായത് R ക്യാപിറ്റൽ R മൈനസ് സ്മോൾ ലെറ്റർ R പ്ലസ് Y എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ. പറഞ്ഞ ക്ലിയർ ആയോ? ക്യാപിറ്റൽ R
മൈനസ് സ്മോൾ ലെറ്റർ ആർ ചെയ്താൽ ഇവിടം വരെയായി പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഒ എഫ്. അപ്പം ഡി എഫ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഒ എഫ് എന്ന് പറയുമ്പോൾ ആർ മൈനസ് സ്മോൾ ലെറ്റർ ആർ പ്ലസ് വൈ. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ആർ മൈനസ് ആർ പ്ലസ് വൈ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇപ്പം നമ്മൾ ആർച്ചസ് എന്താണ് അല്ലേ, അല്ലെങ്കിൽ ആർച്ച് എന്താണെന്നുള്ളതും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളതും പഠിച്ചു. അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഷേപ്പിൻ്റെ ബേസിസിൽ മെയിനായിട്ട് വരുന്ന 2 ടൈപ്പ് ആർച്ച്, പാരബോളിക് ആർച്ചും സർക്കുലർ ആർച്ചും അല്ലേ. അതിൻ്റെയൊക്കെ മെയിനായിട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം പഠിച്ചു, ഓരോന്ന് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും അത് എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ ഇതിനെപ്പറ്റി? ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.